2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിജയമാണ് UDF നേടിയെടുത്തത്. 140 അംഗ കേരള നിയമസഭയിലേക്ക് ജനാധിപത്യ ചേരിയുടെ ഭാഗമായി 102 അംഗങ്ങളെ വിജയിപ്പിക്കുവാൻ UDFന് സാധിച്ചു. സ്വന്തം മുന്നണിക്ക് ഉജ്ജ്വലമായ വിജയം നേടുവാൻ കഴിഞ്ഞിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ പരാജയം നേരിട്ടതുമൂലം പൊതുരംഗത്തു നിന്ന് തന്നെ ഏറെക്കുറെ അപ്രസക്തരായി മാറി നിൽക്കേണ്ട ഗതികേടുണ്ടായിട്ടുള്ള 3 പ്രധാനപ്പെട്ട UDF നേതാക്കളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർക്കായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി കേരള സ്പീക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഞങ്ങൾക്ക് നൽകി വരുന്ന പിന്തുണ ഇനിയും കലവറയില്ലാതെ തുടരണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇനി വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇത്തരത്തിൽ പൊതുതെരഞ്ഞെടുപ്പിൽ പരാജയം നേരിട്ടതുമൂലം രാഷ്ട്രീയ രംഗത്ത് ഏറെക്കുറെ അപ്രസക്തരായി മാറിയ നേതാക്കളിലേക്ക് വരുമ്പോൾ ഈ പട്ടികയിൽ നമുക്ക് ഉൾപ്പെടുത്തുവാൻ കഴിയുന്ന ആദ്യ പേര് എന്ന് പറയുന്നത് PV അൻവറിൻ്റേതാണ്. 2016 2021 ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് PV അൻവർ കേരള നിയമസഭയിലേക്ക് മത്സരിച്ചതും വിജയിച്ചു കയറിയതും. ആര്യാടൻ മുഹമ്മദ് എന്ന കോൺഗ്രസിൻ്റെ ഒരു വെട്ടറൻ ലീഡറുടെ കുത്തക മണ്ഡലമായിരുന്ന UDFൻ്റെ പൊന്നാപുരം കോട്ടയായിരുന്ന നിലമ്പൂർ പിടിച്ചെടുക്കുവാൻ LDFനെ സഹായിച്ചത് മുൻ കോൺഗ്രസ് നേതാവായ അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെയായിരുന്നു. 2016 തൻ്റെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നിന്ന് അൻവർ പരാജയപ്പെടുത്തിയത് സാക്ഷാൽ ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിനെ തന്നെയായിരുന്നു. പിന്നീട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് മലപ്പുറം DCCയുടെ അധ്യക്ഷനും കോൺഗ്രസിൻ്റെ ജനകീയ മുഖവുമായിരുന്ന അന്തരിച്ച നേതാവ് VV പ്രകാശിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അൻവർ രണ്ടാം വട്ടവും നിയമസഭയിലെത്തിയത്. 2016 മുതൽ 2025 വരെയുള്ള 9 വർഷ കാലഘട്ടം PV അൻവർ പിണറായി വിജയൻ്റെ ഏറ്റവും വലിയൊരു ഫാൻ ബോയി ആയിരുന്നു. പിണറായി സ്തുതികളുമായി സൈബർ ഇടങ്ങളിൽ നിറഞ്ഞ, പിണറായി വിമർശകർക്കെതിരെ സൈബർ അറ്റാക്കുകൾക്ക് നേതൃത്വം നൽകിയ PV അൻവറിനെ അന്ന് ഇടത് സൈബർ പ്രൊഫൈലുകൾ കടന്നൽ രാജ എന്ന പേരിൽ വലിയ രീതിയിൽ ആഘോഷിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 2025 ആയപ്പോഴേക്കും അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനോടും അന്ന് മന്ത്രിയായിരുന്ന അദ്ദേഹത്തിൻ്റെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസിനോടും ഇടഞ്ഞുകൊണ്ട് PV അൻവർ ഇടതുമുന്നണിക്ക് പുറത്തേക്ക് പോകുകയായിരുന്നു. PV അൻവർ ആ സമയത്ത് പിണറായി വിജയനെതിരെയും മരുമകൻ മുഹമ്മദ് റിയാസിനെതിരെയും അതീവ ഗുരുതര സ്വഭാവമുള്ള നിരവധി ആരോപണങ്ങൾ കൂടി ഉയർത്തുവിട്ടുകൊണ്ടാണ് LDF മുന്നണി വിട്ടത്. മരുമകനിസം എന്നൊരു പരാമർശം തന്നെ കേരള രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്തത് PV അൻവർ ആയിരുന്നു. പിണറായി വിജയൻ്റെ മരുമകനായ മുഹമ്മദ് റിയാസിനെ പരിഹസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ പദപ്രയോഗം ആവർത്തിച്ച് നടത്തിയിരുന്നത്. 2025 PV അൻവർ തൻ്റെ MLA സ്ഥാനം രാജിവെച്ചതോടുകൂടി 15ാം കേരള നിയമസഭയുടെ കാലഘട്ടത്തിൽ ഇടതുമുന്നണിയുടെ ഒരു സിറ്റിംഗ് സീറ്റ് ഉപതെരഞ്ഞെടുപ്പിലൂടെ പിടിച്ചെടുക്കുവാനുള്ള സുവർണ അവസരവും UDFന് ലഭിച്ചു. ആ ഉപതെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന പൊതുതെരഞ്ഞെടുപ്പിലും നിലമ്പൂർ സീറ്റിൽ നിന്ന് വിജയിച്ചു കയറിയത് ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് തന്നെയായിരുന്നു. PV അൻവർ ആ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തെത്തുകയും കൃത്യമായ ഒരു വോട്ട് ഷെയർ നേടി തൻ്റെ രാഷ്ട്രീയ പ്രസക്തി നിലനിർത്തുകയും ചെയ്തു. പിന്നീട് സ്വാഭാവികമായും അൻവർ UDFൻ്റെ പാളയത്തിലേക്ക് തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ പേരിലാണ് എത്തിയത്. തൃണമൂലിനെ UDFൻ്റെ അസോസിയേറ്റ് കക്ഷിയാക്കിക്കൊണ്ടാണ് ഈ മുന്നണി സംവിധാനത്തിലേക്ക് PV അൻവറിനെ UDF നേതാക്കൾ ഉൾക്കൊണ്ടത്. 2026 നിയമസഭാ പൊതുതെരഞ്ഞെടുപ്പിൽ PV അൻവറിനെ UDF മത്സരത്തിനായി നിയോഗിച്ചത് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ സീറ്റിൽ നിന്നായിരുന്നു. ഇവിടെ മുഹമ്മദ് റിയാസ് ആയിരുന്നു PV അൻവറിൻ്റെ എതിരാളി. ശക്തമായ ഇടതുകോട്ടയിൽ കനത്ത പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിച്ചെങ്കിലും, ഇഞ്ചോടിഞ്ച് മത്സരം നടത്തുവാൻ സാധിച്ചെങ്കിലും ഏറ്റവും ഒടുവിൽ PV അൻവർ മുഹമ്മദ് റിയാസിന് മുമ്പിൽ മുട്ടുകുത്തുകയായിരുന്നു, പരാജയപ്പെടുകയായിരുന്നു. കോഴിക്കോട് ജില്ലയിൽ ഇടതുമുന്നണിക്ക് നേടുവാൻ കഴിഞ്ഞ ഏക സീറ്റും മുഹമ്മദ് റിയാസ് വിജയം നേടിയ ബേപ്പൂരായിരുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടുകൂടി അൻവർ UDF രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും ഏറെക്കുറെ അപ്രസക്തനായി മാറിക്കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. വ്യക്തിപരമായി ഒരു അപകടമുണ്ടായതിനാൽ UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പോലും അൻവറിന് പങ്കെടുക്കുവാൻ സാധിച്ചിരുന്നില്ല. ഒരു പ്രാദേശിക കക്ഷിയുടെ നേതാവെന്ന നിലയിൽ ഇനി UDF രാഷ്ട്രീയത്തിൽ PV അൻവർ എന്ന നേതാവിന് വലിയ സ്കോപ്പില്ല എന്ന വിലയിരുത്തലിലേക്ക് രാഷ്ട്രീയ വൃത്തങ്ങൾ ഏറെക്കുറെ ഐക്യകണ്ഠേന എത്തിച്ചേർന്നിട്ടുള്ള ഒരു ഘട്ടമാണ് ഇത് എന്ന് വേണമെങ്കിലും പറയാം. മുസ്ലിം ലീഗിൽ ചേർന്നുകൊണ്ട് തൻ്റെ രാഷ്ട്രീയ പ്രസക്തി പിടിച്ചു നിർത്തുവാനും പിന്നീട് എപ്പോഴേക്കും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വരുവാനുമുള്ള ശ്രമങ്ങൾ അൻവറിൻ്റെ ഭാഗത്തു നിന്ന് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ PV അൻവർ എന്ന രാഷ്ട്രീയ നേതാവിന് വലിയ രീതിയിൽ അനുകൂലമൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ പ്രസക്തി തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ട് നിൽക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം കടന്നു പോകുന്നത്.
ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുവാൻ കഴിയുന്ന രണ്ടാമത്തെ നേതാവ് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഏറെ അംഗീകാരമുള്ള നേതാവായിട്ടുള്ള TN പ്രതാപനാണ്. 2001 മുതൽ 2016 വരെ കേരള നിയമസഭയിൽ അദ്ദേഹം അംഗമായിരുന്നു. പിന്നീട് 2019 മുതൽ 2024 വരെ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് അദ്ദേഹം ഒരു MP-യുമായിരുന്നു. 2019 തൃശ്ശൂരിൽ നിന്ന് പ്രതാപനെ മാറ്റി നിർത്തിക്കൊണ്ട് K മുരളീധരനെ മത്സരത്തിനിറക്കിയ UDF പരീക്ഷണം അമ്പെ പരാജയപ്പെട്ടു പോകുകയായിരുന്നു. K മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതിന് പിന്നാലെ പ്രതാപനെതിരെ പോലും ഗുരുതരമായ ആരോപണങ്ങൾ കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും UDF വൃത്തങ്ങളിൽ നിന്നും ഉയർന്നു വരികയും ചെയ്തിരുന്നു. എന്നിരുന്നാലും 2026 പൊതു തെരഞ്ഞെടുപ്പിൽ TN പ്രതാപൻ മണരൂർ സീറ്റിൽ നിന്നാണ് മത്സരത്തിനിറങ്ങിയത്. ഇടതുമുന്നണിയുടെ സിറ്റിംഗ് സീറ്റിൽ നിന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ച് കൃത്യമായ ഒരു വിജയം നേടി കേരള നിയമസഭയിലേക്ക് എത്തുവാൻ കഴിഞ്ഞാൽ TN പ്രതാപൻ തീർച്ചയായും മന്ത്രിസ്ഥാനം നേടുമെന്ന് പോലും ആ ഘട്ടത്തിൽ ആളുകൾ വിലയിരുത്തിയിരുന്നു. എന്നിരുന്നാൽ പോലും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ 2016-21 കാലഘട്ടത്തിൽ പിണറായി വിജയൻ്റെ 1ാം മന്ത്രിസഭയിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന C രവീന്ദ്രനാഥിനോട് 125 വോട്ടുകൾക്കാണ് TN പ്രതാപൻ പരാജയപ്പെട്ടു പോയത്. ഈ ഒരു പരാജയം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തന്നെ TN പ്രതാപൻ്റെ പ്രസക്തിയെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. TN പ്രതാപന് മുൻപുണ്ടായിരുന്ന KPCC വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനവും നേരത്തെ തന്നെ നഷ്ടമായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതൃനിരയിലൊന്നും TN പ്രതാപൻ എന്ന പേര് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നതും വസ്തുതയാണ്. ഇനി ഏതെങ്കിലും രീതിയിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ശക്തമായ ഒരു മടങ്ങിവരവ് നടത്തുവാനുള്ള ഒരു സ്കോപ്പും ഭാവിയും TN പ്രതാപന് രാഷ്ട്രീയ വൃത്തങ്ങൾ കൽപ്പിച്ചും നൽകുന്നില്ല. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ 125 വോട്ടുകൾക്ക് മാത്രം പരാജയപ്പെട്ടതിനാൽ TN പ്രതാപന് മന്ത്രിസ്ഥാനം മാത്രമല്ല നഷ്ടമായത്, കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിൻ്റെ ഭാവി കൂടി ഏറെക്കുറെ ഇരുളിലേക്ക് തള്ളപ്പെട്ടു എന്ന് വേണമെങ്കിലും നമുക്ക് പറയുവാൻ സാധിക്കും. ഈ പട്ടികയിലെ 3ാമത്തെ പേരുകാരൻ എന്ന് പറയുന്നത് മുൻ MP-യും മുൻ മന്ത്രിയുമായിട്ടുള്ള VS ശിവകുമാറാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൻ്റെ സിറ്റിംഗ് സീറ്റായ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ആന്റണി രാജുവിനോടാണ് VS ശിവകുമാർ പരാജയപ്പെട്ടത്. 1999 മുതൽ 2004 വരെ VS ശിവകുമാർ തിരുവനന്തപുരത്തിൻ്റെ MP ആയിരുന്നു. 2011-16 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ദേവസ്വവും ആരോഗ്യവും അടക്കം പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്ത ഒരു മന്ത്രിയുമായിരുന്നു. അന്നെല്ലാം NSSൻ്റെ സ്പോൺസർഷിപ്പിലായിരുന്നു VS ശിവകുമാറിന് ഇത്തരം ഉന്നതമായ സ്ഥാനമാനങ്ങൾ ലഭിച്ചു പോന്നിരുന്നത്. എന്നാൽ പിന്നീട് NSS നേതൃത്വവും VS ശിവകുമാറിനെ കൈവിട്ടു എന്നതും യാഥാർത്ഥ്യമാണ്. VS ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ അദ്ദേഹം ശബരിനാഥ് 2021 പരാജയപ്പെട്ടു പോയ അരുവിക്കര സീറ്റിലേക്കാണ് മത്സരിക്കുവാനായി നിയോഗിതനായത്. എന്നാൽ ഈ സീറ്റിൽ നിന്ന് മികച്ച മത്സരം കാഴ്ചവെക്കുവാൻ കഴിഞ്ഞെങ്കിലും നേരിയ വോട്ടുകൾക്ക് ശിവകുമാർ പരാജയപ്പെട്ടതോടുകൂടി ഇനി കേരള രാഷ്ട്രീയത്തിൽ, കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ UDF രാഷ്ട്രീയത്തിൽ VS ശിവകുമാറിന് ഒരു വലിയ മടങ്ങിവരവ് സാധ്യമാകുമെന്ന് ആരും വിലയിരുത്തുന്നില്ല. ഇതിനു പുറമെ പാർട്ടിയുടെ സംഘടനാ പദവികളിലേക്കും അദ്ദേഹത്തെ ഇപ്പോൾ കാര്യമായി നേതൃത്വം പരിഗണിക്കുന്നില്ല എന്നാണ് അറിയുവാൻ കഴിയുന്നത്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ വ്യക്തിപരമായി VS ശിവകുമാർ ഏറെ നിരാശനുമാണ്. ഇത്തരത്തിൽ PV അൻവറിൻ്റെ കാര്യമെടുത്താലും TN പ്രതാപൻ്റെ കാര്യമെടുത്താലും VS ശിവകുമാറിൻ്റെ കാര്യമെടുത്താലും കേരള രാഷ്ട്രീയത്തിലെ നേതാക്കളുടെ ഒരു റിട്ടയർമെൻറ്റ് പ്രായം കണക്കാക്കുമ്പോൾ ഇവരൊന്നും ആ പ്രായത്തിന് അടുത്തേക്ക് പോലും എത്തിയിട്ടില്ലാത്ത വ്യക്തികളാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള പരാജയം തങ്ങളുടെ രാഷ്ട്രീയ ഭാവിയെ എത്തരത്തിലാണ് പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഗുരുതരാവസ്ഥ അവർ മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെയാവണം അവർ ഇപ്പോൾ പൊതുരംഗത്ത് അത്രയൊന്നും സജീവമല്ലാതെ നിലകൊള്ളുന്നതും. ഇത്തരത്തിൽ UDFൻ്റെ ഉജ്ജ്വലമായ വിജയത്തിൻ്റെ പശ്ചാത്തലത്തിലും തെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ചതുമൂലം രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്ന 3 പ്രധാനപ്പെട്ട UDF നേതാക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ, വിശദാംശങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.